ഞാൻ ഈ പറയുന്ന 10 ലക്ഷണങ്ങളുള്ളവരെ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കരുത്. നിങ്ങൾ ഒരാളെ വിശ്വസിച്ച് എല്ലാം തുറന്നു പറഞ്ഞ് അവസാനം നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടോ? എല്ലാവരും മോശക്കാരല്ല. ചില ആൾക്കാരുടെ ചില ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ പറയുന്ന ഈ 10 ലക്ഷണങ്ങളുള്ളവരെ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയണം. ഇതിൽ 3 ലക്ഷണമെങ്കിലും നിങ്ങൾ ഒരാളിൽ കണ്ടാൽ നിങ്ങൾ അവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഹായ്, ഞാൻ നിഷ, ലൈഫ് കോച്ച്. വീഡിയോ മുഴുവനായിട്ട് കാണും, ആരും സ്കിപ്പ് ചെയ്യരുത്. ഒന്നാമത്തെ ലക്ഷണമുള്ളവരെന്നല്ല, മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയുന്നവർ. ഇവർ മറ്റുള്ളവരെ പറ്റി എപ്പോഴും കുറ്റം പറയും, പിന്നിൽ നിന്ന് കുറ്റം പറയും. ഇങ്ങനെ ഇന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ നാളെ നിങ്ങളെക്കുറിച്ചായിരിക്കും കുറ്റം പറയാം. അതെപ്പോഴും ഓർക്കുക. രണ്ടാമത്തെ ലക്ഷണമുള്ളവർ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായിട്ട് കള്ളം പറയുന്നവർ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അവർ കള്ളം പറയും. അവർക്കൊരു സത്യസന്ധത ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും സത്യസന്ധത ഇല്ലാത്തവർ വലിയൊരു കാര്യത്തിന് അവരെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? അങ്ങനെയുള്ളവർ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. മൂന്നാമത്തെ ലക്ഷണമുള്ളവർ വാക്കും പ്രവൃത്തിയും നമ്മൾ പൊരുത്തമില്ല. പറയുന്നതൊന്ന്, പക്ഷെ പ്രവർത്തിക്കുന്നത് വേറൊന്ന്. അവരുടെ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് കൺഫ്യൂഷനാകും. ഒരു നെഗറ്റീവ് എനർജി കയറി വരുമ്പോഴായിരിക്കും അവരുടെ സംസാരം നമുക്ക് കേട്ടാൽ. ഇനി നാലാമത്തെ ലക്ഷണമുള്ളവരെന്ന് വെച്ചാൽ ആവശ്യം വരുമ്പോൾ കാണാതാകുന്നവർ. അവർ നമ്മളോട് പറയുന്നത് എനിക്കൊരാവശ്യം വന്നാൽ ഞാനെപ്പോൾ ഉണ്ടാവുന്നു, എന്താവശ്യം വന്നാലും ഞാൻ ഉണ്ടാവുന്നതെന്ന് പറയും. പക്ഷെ നമുക്കൊരാവശ്യം വന്നാൽ അവരെ ആ സ്ഥലത്തേ കാണില്ല, ഫോൺ വിളിച്ചാൽ കൂടി അവർ എടുക്കൂല. അങ്ങനെയുള്ളവർ. പക്ഷെ വരാത്തതിന് 100 കാരണം അവർ നമ്മളോട് പറയുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഇനി അഞ്ചാമത്തെ ലക്ഷണമുള്ളവർ സോറി പറയാൻ അറിയാത്തവർ. അവർ ചെയ്ത തെറ്റ് അവർക്കറിയാമെങ്കിലും, വ്യക്തമായിട്ട് അറിയാമെങ്കിലും നമ്മളടുത്ത് അവർ ഒരിക്കലും സമ്മതിച്ചില്ല. എപ്പോഴും അവരെ ഉള്ളിൽ ഒരു അഹങ്കാരമായിരിക്കും. അവർക്ക് ചെയ്ത തെറ്റ് സമ്മതിച്ചില്ല അവരൊരിക്കലും. ഇനി ആറാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഓവർ സ്നേഹം നമ്മളോട് കാണിക്കുന്നവർ. അവർ പറയും നീ മാത്രമായിരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ അവർ പറയും. പക്ഷെ ഉള്ളിൽ നിറയെ അസൂയായിരിക്കും അവർക്ക്. ഇനി ഏഴാമത്തെ ലക്ഷണം വരുന്നത് സെൽഫിഷ് മൈൻഡാണ്. അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. നിങ്ങളുടെ ഫീലിംഗ് ഒന്നും അവർക്കൊരു മാറ്ററേ അല്ല. ഇനി എട്ടാമത്തെ ലക്ഷണം വരുന്നത് ക്ലിയർ ആയിട്ട് സംസാരിക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ആടുന്നോടുന്നൊക്കെ അവർ പറയും, ഒന്നിനും കറക്റ്റായിട്ടൊരു ആൻസർ ചെയ്തില്ല നമുക്ക്. ഇനി ഒമ്പതാമത്തെ ലക്ഷണം വരുന്നത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജിയാണ് പോകും. എന്നുവെച്ചാൽ ഒരു നെഗറ്റീവ് എനർജി അവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമുക്കുണ്ടാവുക. അവരോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കണ്ടേന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരവസ്ഥ. അങ്ങനെയുള്ളവർ. ഇനി 10ാമത്തെ ലക്ഷണം പറയുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 10ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതമായി നമ്മളെ വിശ്വസിപ്പിച്ച് തക്കം കിട്ടുമ്പോൾ നമ്മൾ ചതിക്കുന്നവർ. ആദ്യം നമ്മളെ വിശ്വാസം അവർ കയ്യിലെടുക്കും. അതേ വിശ്വാസം തന്നെ നമുക്ക് നേരെ അവർ പ്രയോഗിക്കും. ഈ വിശ്വാസം നമ്മളെ വിശ്വസിച്ച് പറയുന്നതെല്ലാം തിരിച്ച് നമ്മളിലേക്ക് തന്നെ അവർ നാളെ പ്രയോഗിക്കും. നമ്മൾ ആരെയും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. വിശ്വാസം കൊടുക്കുന്നത് തെറ്റല്ല, പക്ഷെ തിരിച്ചറിവില്ലാത്തവർക്ക് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നിങ്ങളൊരു നല്ല വ്യക്തിയാവാം, പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് വിശ്വാസം കൊടുക്കുമ്പോൾ നമ്മൾ അളന്ന് തൂക്കി വേണം നമ്മൾ കൊടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക.